ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഫലൂദ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഫലൂദ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ വെർമസില്ലിയാണ് എടുത്തിട്ടുള്ളത്. വലിയ വെർമസില്ലിയാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ചെറിയ വെർമസില്ലി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വെർമസില്ലി ഇപ്പോൾ വലുതുള്ളത് കൊണ്ട് ഇപ്പോൾ ഞാനത് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫലൂദയ്ക്ക് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് തന്നെ വെർമസില്ലി ആണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ വെർമസില്ലി തന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നതിനേക്കാൾ നല്ലത് വറുക്കാത്തയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ടിട്ട് എടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഓവറായിട്ട് ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഫലൂദ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെർമസില്ലി ഓവറായിട്ട് ഇടാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ കൂൾ ബാറിലെല്ലാം പോയിട്ട് കഴിക്കുമ്പോൾ പിന്നെ നമുക്കൊരു രസം കിട്ടും. എനിക്ക് രസം കിട്ടിയിട്ടാണ്. കാരണം ഫലൂദ ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ എന്തോ കഴിച്ചിട്ടുള്ളൂ. പിന്നെ കഴിച്ചിട്ട് കാരണം ഈ വെർമസില്ലി ഫലൂദയിൽ ഓവറായിട്ട് ഇടുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു രസം കിട്ടിയില്ല. അതുകൊണ്ട് കുറക്കുന്നതാണ് നല്ലത്. പിന്നെ അതിന് മുമ്പ് അതൊന്ന് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 ടീസ്പൂണോളം കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെർമസില്ലി നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വെർമസില്ലി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന ആ ടൈമിൽ നമുക്ക് വെർമസില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതായത് ഇത് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കാനും പാടില്ല. വെർമസില്ലി ഓവറായിട്ട് ഇങ്ങനെ ഉടഞ്ഞിട്ട് വരുന്ന മാതിരി കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല. ഒരു ഹാഫ് വേവ് അത്ര ചെയ്തെടുത്താൽ മതി. സേമിയൊക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതെല്ലാം ഒന്ന് കോരിയെടുക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് നമ്മുടെ സാധാ വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊന്ന് ഒരു അരിപ്പയിലിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. കാരണം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. നമ്മൾ ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യുന്ന ആ ടൈം ആകുമ്പോൾ ഇതെല്ലാം ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് സാധാ വെള്ളത്തിലൊന്ന് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിലേക്ക് കളറൊന്ന് ഇത് ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കളറായിട്ട് ഉപയോഗിക്കുന്നുള്ളത് മാംഗോ മിക്സിൻ്റെ ആ കളറാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളത്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏത് കളറാണ് ഉള്ളത് ആ കളർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ സ്ട്രോബെറിൻ്റെ ഉള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. റെഡ്, യെല്ലോ, ഗ്രീൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ യെല്ലോ കളറാണ് ഉള്ളത്. അതുകൊണ്ട് അത് വെച്ച് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ ഫലൂദയിൽ 2-3 കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്രീൻ കളർ ഉണ്ടാവും, റെഡ് കളർ ഉണ്ടാവും, റോസ് കളർ ഉണ്ടാവും. അതെല്ലാം ഫലൂദയിൽ സാധാരണ ഉണ്ടാകുന്നതാണ്, ഒരുപാട് കളറെല്ലാം ഒഴിച്ചിട്ട്. പക്ഷേ ഞാനിങ്ങനെ ഓരോന്നാക്കിയിട്ടാണ്. കാരണം നോമ്പല്ലല്ലേ, അതുകൊണ്ട് അങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ കളറൊന്നും ചേർക്കാണ്ടെന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 തരത്തിലാണുള്ളത്. ഒന്ന് വൈറ്റ് കളറും ഒന്ന് യെല്ലോ കളർ. 2 വെർമസില്ലിയാണ് ഇപ്പോൾ കളറിലുള്ളത്. പിന്നെ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുള്ളത് അനാറ്, പിന്നെ അതുപോലെ ആപ്പിൾ. ഞാനിപ്പോൾ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 അനാറും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാഷ്യും കിസ്മിസുമാണ്. അതും കൂടി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മാംഗോ മിക്സിൻ്റെ കളർ ഉണ്ടല്ലോ, അതിൽ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏത് കളറാണ് ഉള്ളത്, ഒന്ന് സ്ട്രോബെറിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ മാംഗോ മിക്സിൻ്റെ ആ കളറാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുക. അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഇപ്പോൾ എനിക്ക് ഫോട്ടോസെല്ലാം എടുക്കുമ്പോൾ അത് കാണാൻ ലുക്ക് വേണമല്ലോ, അതിന് വേണ്ടി ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ വൈറ്റ് വെർമസില്ലി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഫസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ചേർത്ത് കൊടുക്കുന്നതെല്ലാം നിങ്ങൾ ഇഷ്ടമാതിരി ആദ്യം വേണമെങ്കിൽ കസ്കസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വേണമെങ്കിൽ വെർമസില്ലി ഇട്ട് കൊടുക്കാം. അല്ല നിങ്ങളെ ഇഷ്ടമാതിരി ഈ സെറ്റ് ചെയ്യുന്നതെല്ലാം നിങ്ങളെ ഇഷ്ടമാതിരി ചെയ്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യണമെന്നില്ല, അതല്ല നിങ്ങളെ ഇഷ്ടം.
ഞാനിപ്പോൾ ഇതാ കസ്കസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അനാറിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായി തന്നെ അനാറിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അനാറൊന്നും ഓരോന്നാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല, അപ്പോൾ അത് അതിൻ്റെ അളവൊന്ന് കുറച്ചെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൻ്റെ ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്ട്രോബെറി ആണെങ്കിൽ സ്ട്രോബെറി ഇട്ട് കൊടുക്കുക, ബട്ടർ സ്കോച്ച് ആണെങ്കിൽ ബട്ടർ സ്കോച്ച് ഇട്ട് കൊടുക്കാം, പിന്നെ മാംഗോ ആണെങ്കിൽ മാംഗോൻ്റെ ഇട്ട് കൊടുക്കുക, ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് വാനില ഐസ്ക്രീമാണ്, അതുകൊണ്ട് അത് ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ഫ്ലേവറിൻ്റെ ഐസ്ക്രീം വേണമെങ്കിൽ ഇടാം. ഫസ്റ്റ് വാനില ഇടാം, പിന്നെ സ്ട്രോബെറി ഇടാം, പിന്നെ മാംഗോ ഇടാം. അങ്ങനെ 3 തരം അങ്ങനെ ഐസ്ക്രീം വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ എൻ്റെ അടുത്ത് അതൊരു ഐസ്ക്രീമേ ഉള്ളൂ, അതുകൊണ്ട് അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ യെല്ലോ കളർ വെർമിസെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്നുള്ളത്. ഇപ്പോൾ ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടൊന്നും വേണ്ടി വരില്ല, ഒരേ സ്റ്റെപ്പിൽ തന്നെ എല്ലാം ശരി ഓക്കെ ആയിട്ടിന്. ഇപ്പോൾ വലിയ ഗ്ലാസ് ആയതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ അതിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വാനില ഐസ്ക്രീം വീണ്ടും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വീണ്ടും അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടമാതിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ കാഷ്യൂ വെർമിസിന് ഇതെന്തല്ലോ കിസ്മിസും അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ കാഷ്യും കിസ്മിസെല്ലാം അതിൻ്റെ അടലും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഇടുമ്പോൾ എല്ലാം മറന്നുപോയി, അങ്ങനെ ലാസ്റ്റ് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ടായിട്ട് വീണ്ടും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വീണ്ടും ഐസ്ക്രീം വെച്ച് കൊടുത്ത് ഇനി മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫലൂദ നല്ല സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കുട്ടപ്പനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫലൂദ. അപ്പോൾ ഇത് പൊളിയാണ് കേട്ടോ ഈ ഫലൂദ. കാരണം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ഫലൂദ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതും ഞാൻ ഒരു പ്രാവശ്യമേ കഴിച്ചിട്ടുള്ളൂ ഈ ഫലൂദ. പക്ഷേ ഈ ഒരു പ്രാവശ്യം കഴിച്ചാൽ തന്നെ എനിക്ക് ഈ ഫലൂദനോട് ഒരു മടുപ്പ് വന്നിന്. കാരണം ഒട്ടും ഇഷ്ടമില്ല, അതിൻ്റെ ഫ്ലേവറൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്തൊരിതായിപ്പോയിന്. അതുകൊണ്ട് എനിക്കിത് ഉണ്ടാക്കാനോ കഴിക്കാനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഈ ഫലൂദൻ്റെ റെസിപ്പി. അതായത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്തെടുത്തതാണ് ഇത് ഫലൂദയിൽ ഇപ്പം കാണുന്നുണ്ടാവുമല്ലോ, ഓവറായിട്ട് കുറേ കളറും കുറേ സേമിയ അതെല്ലാം ഇട്ടിട്ട് എന്തെല്ലോ ഐറ്റംസ് മറ്റേ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടിയെല്ലാം ഇല്ലേ അതൊക്കെ ചേർത്ത് കൊടുക്കും. ചേർത്തിട്ട് അതിൻ്റെ ഒരു രസമേ കളയുന്നുണ്ട്. അപ്പം ഞാൻ കഴിച്ചെടുത്തുനിന്ന് അങ്ങനെയാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും ഫലൂദൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെതായ രീതിയിലൊന്ന് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തിയ ഒരു ഫലൂദയാണിത്. അപ്പോൾ ഫലൂദയിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഫലൂദ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ടാവും, കുറേ പേർക്ക് ഫലൂദ ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ടാകുന്നു. അപ്പോൾ അവരെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.